സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതുപോലെ സുവർണ ജൂബിലി മന്ദിരം, എന്നാൽ അതിലുപരി ഈ മന്ദിരം ഒരു ഉജ്ജ്വലമായ സർവീസ് മേഖലയുടെ പോരാട്ട ചരിത്രത്തിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പ്രതിപാദിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സർവീസ് മേഖല വലിയ തോതിൽ അസ്വസ്ഥമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ പെടുന്നതാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങൾ. പിരിച്ചുവിടൽ, സസ്പെൻഷൻ, അറസ്റ്റ്, ജയിൽവാസം, അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ, ഒട്ടേറെ കടുത്ത പ്രതികാര നടപടികൾക്ക് ഒരു കാലത്ത് സർവീസ് മേഖല, അതിലെ സംഘടനകൾ ഇരയായിരുന്നു. അതെല്ലാം ജീവനക്കാരുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അനന്തരഫലമായിരുന്നു. അതിൻ്റെ ഫലമായാണ് കേരളത്തിലെ സർവീസ് സംഘടനകൾ മൊത്തത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ കരുത്താർജിച്ച് നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിൽ നിങ്ങളുടെ സംഘടന ഏത് രൂപത്തിൽ കരുത്തോടെ നിൽക്കുന്നോ അതേ നിലയാണ് സർവീസ് മേഖലയിലുള്ള ഇത്തരം ചരിത്രമുള്ള മറ്റ് സംഘടനകൾക്കും നമുക്ക് കാണാൻ കഴിയുക. ഇന്നത്തെ പുതിയ തലമുറ സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഒരു സംഘടനയുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞകാല പ്രവർത്തന ചരിത്രം കൂടി, കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന ഒട്ടേറെ പ്രയാസങ്ങൾ, അതെല്ലാം വലിയ തോതിലുള്ള ത്യാഗങ്ങളുടേതായ ഘട്ടമാണ്. ആ കാര്യങ്ങൾ പുതുതലമുറക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ എന്താണ് ഈ മേഖല എന്നും എങ്ങനെയാണ് ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ നേടുന്നതിലേക്ക് എത്തിയത് എന്നും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുക. ആ ഉൾക്കൊള്ളൽ ഏതൊരു സംഘടനയുടെയും പ്രവർത്തനത്തിന് സഹായകരമായിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എല്ലാ ഘട്ടത്തിലും
സർവീസ് രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെട്ടൊരു സർവീസ് സംഘടനയാണ്. നമ്മുടെ നാട് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ, ചില ദുരന്തങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്ന ഘട്ടത്തിൽ, അപ്പോഴെല്ലാം നാടിനോടൊപ്പവും നാട്ടുകാരോടൊപ്പവും സഹകരിക്കാൻ നിങ്ങളുടെ സംഘടന സന്നദ്ധമായിട്ടുണ്ട്. ആവശ്യമായ തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ ഇത്തരത്തിൽ വേറിട്ട കരുത്തുറ്റ ഒരു സംഘടനയാക്കി നിലനിർത്തുന്നത് തന്നെ. അത് തുടരാനും കൂടുതൽ കരുത്തിലേക്ക് വളരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.